ഇതാ വീണതൊരു ചക്കയല്ല, പേർപ്പിളിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറാണ്. മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ വക. ഒരു പിമ്പിൾ പാച്ച് വാങ്ങാനായിട്ട് പേർപ്പിളിൽ പോയതാണ്. അവിടെ ചെന്ന് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ എന്നുള്ള സേട്ടൻ്റെ ഒരു ഒറ്റ ഡയലോഗിൽ പിമ്പിൾ പാച്ചിൻ്റെ കാര്യം മാത്രം ഞാൻ മറന്നുപോയി. എങ്ങനെ ഇരിക്കണം. അങ്ങനെ ഫസ്റ്റ് ചാടിക്കയറി എടുത്ത സാധനമാണ് ഈ ഡിറ്റാങ്കിൾ ബ്രഷ്. ഇത് ഡെയിലി പിന്നെ ഉപയോഗിക്കുന്ന സാധനമായിട്ട് കുഴപ്പമില്ല. നെക്സ്റ്റ് ഇതെടുക്കാൻ കാരണക്കാരി അഹാനകൃഷ്ണയാണ്. ഇത് ജ്യൂസി കെമിസ്ട്രിയുടെ റോസ് വാട്ടർ ടോണർ ആട്ടോ. അടിപൊളിയാണ്, ഞാൻ യൂസ് ചെയ്ത മക്കളെ. ആൻഡ് നെക്സ്റ്റ് ഒരു കൊറിയക്കാരിയാണ്. ഇനി എങ്ങനെ കൊറിയയിൽ പറയണം നമ്മൾ, ഇത് കൊറിയൻ പ്രൊഡക്റ്റാണ്. ഇറ്റ്സ് എ സിറം ആക്ച്വലി. ഐ എം വെരി എക്സൈറ്റഡ് ടു ട്രൈ ദിസ്. ഇത് നമ്മുടെ ഒരു സ്കിൻ ടോണിനെ ബെറ്റർ വേർഷനിലേക്ക് എത്തിക്കുന്ന അവർ ക്ലെയിം ചെയ്യണം. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ആൻഡ് അടുത്തത് സെയിം ബ്രാൻഡിൻ്റെ ഒരു ലിപ് കെയർ പ്രൊഡക്റ്റാണ്. ഇത് ലിപ് ബാമായിട്ടും ലിപ് മാസ്കായിട്ട് രാത്രി ഇടാൻ പറ്റുമെന്നാണ് അവർ ക്ലെയിം ചെയ്യാൻ. ഞാൻ യൂസ് ചെയ്തു. ഇനി നമ്മുടെ സാധാരണ ഒരു കാജൽ, ഫേസസ് കാനഡയുടെ ഒരു നോർമൽ. ആൻഡ് അടുത്തത് നമ്മുടെ ലാക്മിയുടെ. ഞാൻ ലാക്മിയുടെ അധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് ഒരു ഡ്വൽ കവർ പ്രസ് പൗഡർ എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. കോമ്പാക്റ്റായിട്ട് വർക്ക് ചെയ്യും, പക്ഷേ കോമ്പാക്റ്റിനേക്കാളും കുറച്ചുകൂടെ ഒരു കവറേജ് തരും നമുക്ക്. ഒരു ഡീസൻറ്റ് പ്രൊഡക്റ്റാണ്. ഈ ഫൗണ്ടേഷനൊക്കെ ഒലിച്ചിറങ്ങുന്ന ഈ ഒരു ടൈമിൽ, ഈ ഒരു വെതറുള്ള ടൈമിൽ നമുക്കിതൊരു ഓൾട്ടർനേറ്റ് ആണിത്. ആൻഡ് ഇനി ഫേസസ് കാനഡയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഫേസസ് കാനഡയുടെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് ചെയ്തത്. അതൊരു അടിപൊളി ഷെയ്ഡായിരുന്നു. ബ്രാൻഡും കളറും ഒന്നും അറിയാതിരുന്നിട്ടും ആൾ പോയിട്ട് റാൻഡംലി പിക്ക് ചെയ്തൊരു സാധനമാണ്. പക്ഷെ അത് അടിപൊളിയായിരുന്നു. അതിൻ്റെ നമ്പറൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിന് ശേഷം ഞാൻ ഫേസസ് കാനഡയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഇതാണ്. ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര ചൂസിയാണ്. എനിക്കൊരു ബ്രൗൺ റെഡ് കളർ കിട്ടണം, അതിനെ എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഒരു കളറും എന്നെ ഇതുവരെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ബ്രൗൺ പിങ്ക്, ബ്രൗൺ ഓറഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ, എനിക്കൊരു ബ്രൗൺ റെഡാണ് എൻ്റെ ഫേവറേറ്റ്. ആൻഡ് ഇത് ആ ഒരു ഷെയ്ഡാണ്, നൈസാണ്. നമുക്ക് ഒക്കേഷൻ അനുസരിച്ച് ഇത് മാറ്റി മറിച്ചൊക്കെ ഇടാം. ആൻഡ് അടുത്ത പ്രൊഡക്റ്റ്, ഓ മൈ ഗോഡ്, ഫൈനലി എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനമാണ്. എനിക്ക് ഐബ്രോ പെൻസിൽ അത്ര വർക്ക് ആവാത്ത കാരണം ഞാൻ പൗഡർ പ്രൊഡക്റ്റ്സാണ് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സെയിം പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആസ് യു ക്യാൻ സീ ഇറ്റ്സ് വെരി നാച്ചുറൽ ലുക്കിംഗ് ആൻഡ് ബിഗിനർ ഫ്രണ്ട്ലി ടു. അത്രയേ ഉള്ളൂ, ബൈ.